തിരൂരങ്ങാടി സീറ്റ് ഒരു പകൽ മുഴുവൻ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുമ്പോൾ രണ്ട് തവണ ആ സീറ്റിനെ പ്രതിനിധീകരിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ശ്രീ പി കെ അബ്ദുറബ്ബ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. PMA സമീർ എന്ന ഒരു സ്ഥാനാർത്ഥിയാണ് തിരൂരങ്ങാടിയിലേക്ക് ലീഗ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എത്രത്തോളം സാധ്യത തിരൂരങ്ങാടിയിലുണ്ട്? ആ മണ്ഡലത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്. അല്ല, തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം തിരൂരങ്ങാടി കേരളപ്പിറവി മുതൽ ഇന്ന് വരെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അല്ലെങ്കിൽ ഓരോ സമയത്തും ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിജയിച്ച് വന്നിട്ടുള്ളവരാണ്. അതിലാകെ ഇവിടെ ലീഗിൻ്റെ ആളല്ലാതെ ആകെ മത്സരിച്ചത് ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ A.K. ആൻ്റണിയാണ്. അദ്ദേഹം ഒരു കൊല്ലം ഇവിടുത്തെ MLA ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിജയസാധ്യത സംബന്ധിച്ചുള്ള ഒരു ആശങ്കയും ആർക്കും ആവശ്യമില്ല. ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങേക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു അടുപ്പം? അല്ല, സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ നേരിട്ട് അറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്ത് അവിടെ വാഴയൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കമ്പനി സെക്രട്ടറിയൊക്കെയാണ്. ധാരാളം ജോലികളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള പാർട്ടിയിലും ജില്ലാ സംസ്ഥാന തലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റേതായ പ്രത്യേക പദവികൾ പാർട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചില എതിർപ്പുകളൊക്കെ ഉയർന്നു വന്നിരുന്നു വനിതാ ലീഗിൽ നിന്ന്. അതോടൊപ്പം തന്നെ ചില നേതാക്കളും ഉന്നയിച്ചിരുന്നു. ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയം തങ്ങൾ നേരിട്ട് വളരെ എന്താ പറയുക ഒരു വളരെ സ്റ്റഡി നടത്തിയിട്ടാണ് നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു വന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് അശാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, അത് നമുക്ക് പഴയ കാലത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ എതിർ ശബ്ദങ്ങൾ ഞങ്ങളെ പാർട്ടിയിൽ മാത്രമല്ലല്ലോ, ഏത് പാർട്ടിയിലാണ് ഇല്ലാത്തത്? CPM തന്നെ ഉണ്ട്. എത്ര വലിയ വലിയ നേതാക്കന്മാർ CPM എന്ന് വിട്ടുപോയി ഞങ്ങളെ ഭാഗത്തേക്ക് വരുന്നു. ഇവിടെയുള്ള ചില ആളുകൾ അതുപോലെ ഈ പാർട്ടി ലീഗിൽ നിന്നല്ല വേറെ പാർട്ടിയിൽ നിന്നൊക്കെ പല ആളുകളും മറ്റു പാർട്ടിയിലേക്ക് പോകുന്നു. ഇലക്ഷൻ്റെ പ്രത്യേക സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാവും, അല്ലെങ്കിൽ അവർ എതിർത്തിരുന്ന കക്ഷിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവരെ കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ ഇലക്ഷൻ്റെ ചില ഗിമ്മിക്സ് എന്നല്ലാതെ അതിലപ്പുറം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാരും അങ്ങനെ മറുപാളയത്തിലേക്ക് പോയിട്ട് മത്സരിക്കില്ല. സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയ രീതി വളരെ മികച്ചതായിരുന്നു. കാരണം സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതൽ സമയമെടുത്തുകൊണ്ട് എല്ലാ തലത്തിലുമുള്ള മണ്ഡലം, ജില്ല, സംസ്ഥാന തലത്തിലുമുള്ള ഓരോ ജില്ലയിലുമുള്ള നേതാക്കന്മാരോട് ആശയവിനിമയം നടത്തി അവരിൽ നിന്നൊക്കെ കിട്ടിയ ഫീഡ്ബാക്ക് വെച്ചിട്ട് ആണ് സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് വനിതാധികാര സമിതി കൂടി അതിൽ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞിട്ട് തങ്ങളെ അധികാരപ്പെടുത്തലാണ് സാധാരണ ഞങ്ങളുടെ ഒരു പതിവ്. അപ്പോൾ അതിനനുസരിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി തങ്ങൾ പ്രഖ്യാപിച്ച ലിസ്റ്റാണ് മിനിയാന്ന് വന്നത്. അപ്പോൾ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ അതിലുണ്ട്. അതുപോലെ തന്നെ പുതുമുഖങ്ങളുണ്ട്, വനിതകളുണ്ട്, വിദ്യാർത്ഥി നേതാക്കളുണ്ട്, യൂത്ത് ലീഗിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി സമ്മിശ്രമായിട്ടുള്ള സന്തുലിതമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് ബഹുമാനായ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് യാതൊരുവിധ എതിർപ്പും ഒരു കോണിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ട് UDFൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ 27 സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. പരമാവധി സീറ്റുകളിൽ മുസ്ലിം ലീഗ് വിജയിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഇത്തവണ നോക്കൂ, UDF ഒരു അധികാരത്തിലേക്ക് എന്നുള്ള ഒരു ഫീൽ പൊതുവേ രൂപപ്പെട്ടിട്ടുണ്ട്. സർവേകളിലൊക്കെ പ്രഖ്യാപിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് തനിക്ക് ഇത്തവണ മത്സരരംഗത്തുണ്ടാകണം എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു കലാപക്കൊടി ഉയർത്തുന്നത്. അങ്ങൊക്കെ കൃത്യമായി പാർട്ടിയുടെ ടേം വ്യവസ്ഥ അന്നൊക്കെ ടേം വ്യവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലുമില്ല, പക്ഷേ കൃത്യമായി മാറി നിന്നൊരു വ്യക്തിയാണ്. അങ്ങ് മന്ത്രിയായിരുന്ന ആളാണ്. തിരൂരങ്ങാടി ഇപ്പോഴും അങ്ങ് സജീവമായിട്ടുണ്ട്, ആരോഗ്യമുണ്ട്, വേണമെങ്കിൽ ഒരു മത്സരരംഗത്തേക്ക് വരാവുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ബാല്യമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എന്നിട്ടും അങ്ങടക്കമുള്ള ആളുകൾ പുതിയ ആളുകൾ വരട്ടെ എന്നുള്ളൊരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് മാറി നിന്നു. അപ്പോഴാണ് ഒരു ഭാഗത്ത് വലിയ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്നത്. ശരിയായിട്ടുള്ള പ്രവണതയാണോ? അല്ല, അതൊരിക്കലും അല്ല. കാരണം രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ ഒരു ഭരണഘടനയും അതിൻ്റെ ഒരു ഡിസിപ്ലിനും എല്ലാം നോക്കുമ്പം പാർട്ടി നേതൃത്വം എന്താണോ അത്, ഏത് പാർട്ടിയാണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണ്, ഏത് പാർട്ടിയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വത്തെ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതിരുന്നാൽ അവർ എന്താ പറയുക, അവരവരുടെ സ്വന്തം താല്പര്യത്തിന് പോകുക എന്നുള്ളൂ. അതിൻ്റെ ഡെസ്റ്റിനി എന്താ വെച്ചാൽ അവർ സ്വന്തം തീരുമാനിച്ചോളൂ, അല്ലാതെ പാർട്ടിക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഇപ്പോൾ നോക്കൂ, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചേക്കും എന്നുള്ള വിവരമാണ് വരുന്നത്. 12 മണിക്ക് മാധ്യമങ്ങളെ കാണാൻ പോവാണ്. സമയത്ത് ഓരോന്ന് വരുന്നുണ്ട്. ആദ്യം അദ്ദേഹം മത്സരിക്കുമെന്ന് പറഞ്ഞു,
ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അത് തന്നെയാണ് പിന്നെ സോഷ്യൽ മീഡിയ. ഒരു വിവാദങ്ങളും ഇല്ലാതിരുന്ന കോൺഗ്രസിന് ഇദ്ദേഹത്തിൻ്റെ നിലപാട് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു നെഗറ്റീവ് മാർക്ക് രൂപപ്പെടുത്തിയിട്ടില്ലേ? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അതുമല്ല, ഹൈക്കമാൻഡ് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഘട്ടം വരുമ്പോൾ എന്തായാലും മാറ്റങ്ങളുണ്ടാവും. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് തന്നെ വഴങ്ങുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ. ഞാൻ അദ്ദേഹം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. കാരണം MP-മാരിൽ ചിലർ ഇവിടെ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിൽ കുറേ പേര് ഇപ്പം MP-മാർക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാറി നിൽക്കുന്നു. സുധാകരന് സീറ്റ് വേണം എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ അടൂർ പ്രകാശും അങ്ങനെ ആവശ്യം ഉന്നയിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. ചാനലുകൾ കേൾക്കുന്നതല്ല, അത് ആധികാരികമായിട്ടുള്ള വിവരമല്ല. അപ്പോൾ അത് അവരുടെ ഹൈക്കമാൻഡ്, പിന്നെ സോണിയാഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും മറ്റേ ഖാർഗെയും എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട്, കെ സി വേണുഗോപാൽ അടക്കമുള്ള ദേശീയ നേതാക്കൾ തീരുമാനിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കും. നോമിനേഷൻ്റെ സമയം ആവുന്നതിന് മുമ്പ് തന്നെ വളരെ പിന്നെ സന്തോഷകരമായ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തിരുവങ്ങാടിയിലെ എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി അങ്ങ് ഉണ്ടാവും പ്രചരണ? ഞാൻ പ്രചരണ രംഗത്തുണ്ടാവും. ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും പ്രചരണ രംഗത്തുണ്ടാവും. അതാണ്, തിരുവങ്ങാടിയെ വളരെ നന്നായി അറിയാവുന്ന, എന്ന് മാത്രമല്ല ഈ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളെയും കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് പി കെ അബ്ദുൾ റബ്ബ്. അപ്പോൾ അദ്ദേഹം പ്രചരണ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ടാകും. കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇത്തവണ കൂടുതൽ സീറ്റുകൾ വിജയിക്കും, കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ വിജയിക്കും, മികച്ച വിജയം സംസ്ഥാനത്ത് UDF ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.